കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂം പ്ലാറ്റ്ഫോമിന് ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ എഗസ്കേൽ പ്രവചനത്തിൻ്റെ അവസാനത്തെ ചാപ്റ്ററിൽ വന്നിരിക്കുകയാണ്, 48-ാമത്തെ അധ്യായം. നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് കുറേ നാളായി. 160 ക്ലാസ്സുകൾ ഇതിനോടകം പൂർത്തീകരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ 48-ാം അധ്യായത്തിൽ നമ്മൾ വന്നു നിൽക്കുകയാണ്. എത്രമാത്രം അത് തെളിവായി പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിനകത്ത് എനിക്കൊന്നും അവകാശപ്പെടുവാനില്ല. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് എത്രമാത്രം അതിൽ തെളിയിച്ച് പഠിപ്പിക്കാമോ ആ നിലയിൽ തെളിയിക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാത്തിലും എനിക്കതിനേക്കാൾ കഴിഞ്ഞിട്ടില്ല എന്നും എനിക്ക് പറയാൻ കഴിയും. ഏതായാലും ശരി, ഇത്രത്തോളം ഈ വചന പഠനത്തിന് സപ്പോർട്ടായി നിന്ന അനേകരുണ്ട്. അവരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് പ്രത്യേക നന്ദിയെ അറിയിക്കുന്നു. മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളൊക്കെ പാട്ടുകൾ പാടി സഹായിച്ചു തന്നവരെ, പ്രാർത്ഥിപ്പാൻ സഹായിച്ചവരെ, ദൈവം വായിച്ചു തന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെല്ലാം വളരെ നന്ദിയോടെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. നമുക്ക് 48-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ 47 അധ്യായം വരെ പല നിലകളിൽ ഇസ്രായേലിന് വരുവാൻ പോകുന്ന പുനഃസ്ഥാപനത്തെക്കുറിച്ചും റെസ്റ്റോറേഷനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ 48-ാം അധ്യായം വന്നിട്ട് ഫുള്ളായിട്ട് വന്ന് ഇസ്രായേൽ ഗോത്രത്തിന് ദൈവം അവകാശമായി കൊടുക്കാൻ പോകുന്ന ഭൂമിയുടെ കണക്കും അതിൻ്റെ ദിക്കും അതിൻ്റെ അതിരെല്ലാം നിർണയിച്ച് കൊടുത്തിരിക്കുന്ന ഒരധ്യായമാണ് 48-ാം അധ്യായം. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ട് പോയാൽ പല ഭാഗങ്ങളും നമുക്ക് മനസ്സിലാകത്തില്ല. എല്ലാ അളവുകളും മറ്റും വടക്കേ തെക്കേ കിഴക്കേ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇത് പഠിക്കണമെങ്കിൽ നമ്മുടെ മുൻപിൽ ഒരു ഡയഗ്രമോ ഭൂപടമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഇത് വിശുദ്ധ സ്ഥലത്തിൻ്റെ വടക്ക് ഭാഗത്തായി 7 ഗോത്രങ്ങൾക്ക് ഓഹരികൾ നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട്. 7 ഗോത്രങ്ങൾക്ക്. ആ ഓഹരികളെല്ലാം ഒരേ വലിപ്പത്തിലാണ്. ഓരോ ഓഹരിയും മെഡിറ്ററേനിയൻ കടൽ മുതൽ യോർദാൻ വരെയുള്ള സ്ഥലമാണ് അതിന് നീളം. ഗോത്രങ്ങളുടെ പട്ടിക അവിടെ നിരത്തി കൊടുത്തിട്ടുണ്ട്. 7 ഗോത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. വടക്കേ അതിർത്തി സമുദ്രം മുതൽ ഹെത്ലോൺ വഴി ഹമാത്ത് വരെ അതിൻ്റെ നീളം നീങ്ങുന്നു. പിന്നെ അതിൻ്റെ അതിർത്തി ഹസർ ഏനാനിലെത്തുന്നു. ദമാസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കും അത് വ്യാപരിക്കുന്നുണ്ട്. ഇപ്പോൾ കിഴക്ക് ഭാഗം മുതൽ പടിഞ്ഞാറ് ഭാഗം വരെയും അടുത്ത അതിര് നീണ്ടു കിടക്കുകയാണ്. ഇങ്ങനെ വിവിധ നിലകളിൽ തരം തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 7 ഗോത്രങ്ങളുടെ പേര് പറയുന്നതിൽ ആദ്യത്തെ പേര് പറയുന്നത് ദാൻ ഗോത്രത്തിൻ്റെ പേരാണ് പറയുന്നത്. ദാൻ ഗോത്രത്തിൻ്റെ പേര്, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ 1,44,000 പേര് പറയുന്ന കൂട്ടത്തിൽ ഓരോ ഗോത്രങ്ങളുടെ പേര് വിവരിച്ച് പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ. അതിനകത്ത് ദാൻ ഗോത്രം പറയുന്നില്ല, ബാക്കി ഗോത്രങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആളുകൾ പറയുന്ന, പണ്ഡിതന്മാർ പറയപ്പെടുന്നത്, ഇസ്രായേലിൽ വിഗ്രഹാരാധന ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ദാൻ ഗോത്രമാണെന്നാണ് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളെ ഭാഗമൊക്കെ വായിച്ചതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ
ആദ്യമായി വിഗ്രഹാരാധന ഇസ്രായേൽ ജനത്തിനിടയിൽ പരിചിതപ്പെടുത്തിയത് ദാൻ ഗോത്രമാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് അവർക്കവിടെ ഈ 144,000 പറയുന്നതിനകത്ത് അവരെ എണ്ണപ്പെടാത്തതെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇവിടെ പറയുന്ന പട്ടികയിൽ, അതായത് 1000 ആണ്ട് വാഴ്ചയിൽ മശിഹയുടെ ഭരണത്തിന് കീഴിലിരിക്കുന്ന രാജ്യത്തിൻ്റെ അകത്ത് ദാൻ ഗോത്രത്തിനൊരു ഓഹരി ഉണ്ടെന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് 7 ഗോത്രങ്ങളുടെ പേര് പറയുമ്പോൾ ആദ്യം ഉച്ചരിക്കുന്ന പേര് ദാൻ ഗോത്രത്തിൻ്റെ പേരാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അത് ദൈവത്തിൻ്റെ ഒരു നീതി ആണെങ്കിൽ, ദൈവനീതിയാണെങ്കിൽ അത് അവർക്ക് കൊടുക്കാൻ പാടില്ല. അത് തെറ്റ് ചെയ്തു. എന്നാൽ ദൈവനീതിയോടൊപ്പം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ആ കൃപയുടെ അഥവാ കരുണയുടെ ഒരു പ്രകടനമാണ് ദാൻ ഗോത്രത്തിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ദേശം വടക്കു നിന്ന് തെക്ക് പല ഭാഗത്തേക്കും തരം തിരിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. യോർദാൻ നദിയുടെ ഇനിയും ലഭിക്കാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ ഇവർക്ക് കിട്ടുന്ന ഭൂമി യോർദാൻ നദിയുടെ കിഴക്ക് വശത്ത് ആർക്കും കൈവശാവകാശമില്ല. എന്നാൽ മോശ മുഖാന്തരം കനാൻ നാട്ടിൽ വരുമ്പോൾ, യോശുവയുടെ നേതൃത്വത്തിൽ കനാനിൽ പ്രവേശിച്ചപ്പോൾ, യോർദാന്റെ കിഴക്ക് ഭാഗം എത്തിയപ്പോൾ 2.5 ഗോത്രക്കാർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്ത് ക്ഷീണിച്ചു, ഇനി ഇപ്പം അങ്ങോട്ട് വരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് 2 ഗോത്രങ്ങളാകുന്ന ഗാദും രൂബേനും ഗാദും മനശ്ശയുടെ പാതി ഗോത്രവും യോർദാൻ്റെ കിഴക്കേ കരയിൽ തങ്ങി. ഞങ്ങൾക്കിനിയും അങ്ങോട്ട് വന്ന് ഒത്തുവരെ യുദ്ധം ചെയ്ത് അവിടെ നിന്ന് കീഴ്പ്പെടുത്താൻ വയ്യ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ അങ്ങ് തങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞ് 2.5 ഗോത്രം യോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് തങ്ങി. ബാക്കിയുള്ളവരാണ് അങ്ങോട്ട് നീങ്ങിയത്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ യോർദാൻ്റെ കിഴക്കൻ ഭാഗത്ത് ആർക്കും ഓഹരിയില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ ഗോത്രത്തിൻ്റെയും 7 ഗോത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞേക്കാം. ആദ്യം ദാൻ ഗോത്രത്തിൻ്റെ പേര് പറയുന്നു. ദാൻ ഗോത്രത്തിൻ്റെ തെക്കേ വശത്ത് രൂബേൻ ഗോത്രം, ആശേർ ഗോത്രം. ആശേർ ഗോത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് നഫ്താലി ഗോത്രം, നഫ്താലി ഗോത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി മനശ്ശെ ഗോത്രം, മനശ്ശയുടെ തെക്ക് ഭാഗത്തായി എഫ്രയീം ദേശം, എഫ്രയീം ദേശം തെക്ക് ഭാഗത്തായി രൂബേൻ ഗോത്രം, രൂബേന് തെക്ക് വശത്തായി യഹൂദ ഗോത്രം എന്ന് പറയാം. ഇങ്ങനെ തരംതിരിച്ച് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതിന് അളവുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി 9 മുതൽ 12 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 9 മുതൽ 12 വാക്യങ്ങൾ 8 ചേർത്ത് വായിച്ചു. 8 മുതൽ 12 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. യഹൂദയുടെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ 25,000 മുഴം വീതിയും കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെയുള്ള മറ്റേ ഓഹരികളിൽ ഒന്നിനെ പോലെ നീളവും ഉള്ളതും നിങ്ങൾ അർപ്പിക്കേണ്ടുന്ന വഴിപാടായിരിക്കണം. വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിലായിരിക്കണം. നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന വഴിപാട് 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും ആയിരിക്കണം. ഈ വിശുദ്ധ വഴിപാട് പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അത് വടക്ക് 25,000 മുഴം നീളവും പടിഞ്ഞാറ് 10,000 മുഴവും വീതിയും
കിഴക്ക് 10,000 മുഴം വീതിയും തെക്ക് 25,000 മുഴം നീളവും ഉള്ളത് തന്നെ. യഹോവയുടെ വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിലായിരിക്കണം. അത് എന്റെ കാര്യവിചാരണ നടത്തുകയും ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയ കാലത്ത് ലേവ്യർ തെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്ത സാദോക്കിന്റെ പുത്രന്മാരായി വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അങ്ങനെ അത് അവർക്ക് ലേവ്യരുടെ അതിരിങ്കൽ ദേശത്തിന്റെ വഴിപാടിൽ നിന്ന് ഒരു വഴിപാടും അതിപരിശുദ്ധമായിരിക്കണം. ഓക്കെ, ഇവിടെ യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കേണ്ട സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ എഹെസ്കേൽ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ വിവരിക്കുന്നു, ഇസ്രായേൽ യഹോവയ്ക്ക് വേണ്ടി വേർതിരിച്ചിരുന്ന ഒരു പ്രദേശം. ഈ എഹെസ്കേൽ പ്രവചനം 40-ാം അധ്യായം മുതൽ 43 വരെയുള്ള ഭാഗങ്ങൾ വിവരിക്കുന്ന ദൈവത്തിൻ്റെ ആലയം, അത് യഹോവയുടെ വിശുദ്ധ മന്ദിരം ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഇവിടെ 11-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു, സാദോക്കിൻ്റെ പുത്രന്മാരെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് തെറ്റിപ്പോയ സമയത്ത് ലേവ്യ ഗോത്രം ദൈവത്തെ വിട്ട് പോയപ്പോൾ അത് വിട്ടു പോകാത്ത ഒരു ഗ്രൂപ്പ് സാദോക്കിൻ്റെ പുത്രന്മാർ. നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിന് മുൻപുള്ള അധ്യായങ്ങളിൽ സാദോക്കിൻ്റെ പുത്രന്മാരെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചതാണ്. അവിടെ വായിക്കുന്നത്, തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്ത സാദോക്കിൻ്റെ പുത്രന്മാരായി വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം എന്ന് പറയുന്നു. അവിടെ ഓഹരിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അത് സാദോക്കിൻ്റെ പുത്രന്മാർക്കായി വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതായിരിക്കണം. നോക്കണം, വലിയ ഇസ്രായേൽ ജനം മുഴുവൻ തെറ്റിപ്പോയപ്പോൾ, ലേവി ഗോത്രം തങ്ങളുടെ ഉത്തരവാദിത്വം വിട്ട് മാറിപ്പോയപ്പോൾ, സാദോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ ഈ വഴി വിട്ടു പോകാതെ ദൈവത്തിന് വേണ്ടി നിലനിന്നത് കൊണ്ട് വരാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിൽ, മശികയ വാഴ്ചയിൽ അവർക്കുള്ള ഓഹരിയെ യഹോവയായ ദൈവം ഇവിടെ എടുത്തു പറയുകയാണ്. മുൻ അധ്യായം നമ്മളത് കണ്ടതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് BC-യിൽ നടന്നൊരു കാര്യം. ഇത് AD ആയി. ഇനി ഇതും കഴിഞ്ഞിട്ട് 1000 മില്ലേനിയം ഇയർ എന്ന് പറയുന്ന ഒരു രാജ്യഭരണം, 1000 ആണ്ട് വാഴ്ച വരുന്നു. ആ ഭരണ കാലഘട്ടത്തിൽ ഒരുക്കപ്പെടുവാൻ പോകുന്ന സ്ഥലനിർണയമാണത്. അതിനകത്ത് പറയുന്നു, സാദോക്കിൻ്റെ പുത്രന്മാർക്ക് വേണ്ടി അത് വിശുദ്ധമായി, അവർക്കായി വിശുദ്ധമായിരിക്കണം, മാറ്റിയിരിക്കണം. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, അവൻ്റെ നീതി മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും ഇരിക്കുമെന്ന്. സങ്കീർത്തനത്തിൽ പറയുന്ന വാക്യം നേരോട് നടക്കുന്നവരെക്കുറിച്ചും നീതിമാന്മാരെക്കുറിച്ചും പറയുന്ന കൂട്ടത്തിൽ പറയുന്ന കാര്യമാണത്. ദൈവത്തിൻ്റെ നീതി മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് പഠിക്കാനൊരു പാഠമുണ്ട്. നമുക്ക് ദൈവം തരുന്ന ആയുസ്സിൽ ഒരു നീതിമാനായി ജീവിച്ചാൽ, നേരോടെ ജീവിച്ചാൽ, തട്ടിപ്പും വെട്ടിപ്പുമില്ലാതെ യഥാർത്ഥമായി ജീവിച്ചാൽ ദൈവത്തിൻ്റെ നീതി മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും ഇരിക്കും. അതെത്ര തലമുറ പോയാലും ശരി, ദൈവം അത് മറക്കത്തില്ല. ദൈവം അത് കുറിച്ചു വച്ചിട്ടുണ്ട്.
നമ്മൾ മറന്നുപോയാലും, ആരെല്ലാം മറന്നുപോയാലും, ദൈവനാമത്തിന് വേണ്ടി നീ സഹിച്ച കഷ്ടതകളായാലും കൊള്ളാം, നിന്ദയായാലും കൊള്ളാം, ആക്ഷേപമായാലും കൊള്ളാം, അതിനു വേണ്ടി നീ നേരെ നിന്നത് നീതിയോടും പരമാർത്ഥതയോടും വിശുദ്ധിയോടും കൂടെ അതിനു വേണ്ടി തന്നെ നീ നിലനിന്നിട്ടുണ്ട് എങ്കിൽ അതിനൊരു നീതിയുണ്ട്. അതിന് പിൻപിൽ ഒരവകാശം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും സത്യത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട് എങ്കിൽ, ദൈവനാമത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട് എങ്കിൽ, പരമാർത്ഥതയോടും വിശുദ്ധിയോടും ജീവിച്ചിട്ടുണ്ട് എങ്കിൽ, അതിനൊരു നീതിയുടെ ഫലം, നീതി എന്ന ഫലം കൊയ്യുന്നൊരു ദിവസം നമ്മുടെ മുൻപിലുണ്ട്. പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ, കണക്കുകൾ തീർക്കുന്ന നാളിൽ, നമ്മുടെ പേർ ചൊല്ലി വിളിച്ച് നമ്മെ അനുമോദിക്കുന്ന, നമുക്ക് അവകാശങ്ങൾ തരുന്ന, നമ്മുടെ മേൽ കിരീടങ്ങൾ അണിയിക്കുന്ന ഒരു ശ്രേഷ്ഠമൊരു ദിനം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പലപ്പോഴും ചിന്തിച്ചേക്കാം, നീ ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചേക്കാം, ആരും സഹായത്തിനില്ല എന്ന് ചിന്തിച്ചേക്കാം. നീ ദൈവനാമത്തിന് വേണ്ടിയാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നതെങ്കിൽ, കഷ്ടം സഹിച്ചും ത്യാഗം സഹിച്ചൊക്കെ നിൽക്കുന്നതെങ്കിൽ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നു, അതിനൊരു പ്രതിഫലം ദൈവത്തിൻ്റെ പക്കലുണ്ട്. നമുക്കത് പ്രാപിക്കാൻ സാധിക്കും. ഇനിയും ഈ ഭാഗത്ത് പറയുന്നത് അത് പുരോഹിതന്മാർക്കുള്ളതായിരിക്കും. ഇത് യഹോവയ്ക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുന്നൊരു ഭാഗമായിരിക്കും. യഹോവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അത് പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ആ ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. വിശുദ്ധ വഴിപാടും വിശുദ്ധ മന്ദിരമായ ആലയവും അതിന് നടുവിലുണ്ട് എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് 13 മുതൽ 15 വരെ വാക്യങ്ങളിലേക്ക് പോകും. അവിടെ ലേവ്യരെ കുറിച്ച് പറയുന്നുണ്ട്. 13 മുതൽ 15 വാക്യങ്ങൾ. പുരോഹിതന്മാരുടെ അതിരിനൊത്തവണ്ണം ലേവ്യർക്കും 25,000 മുഴം നീളവും 10,000 മുഴം വീതിയുമുള്ള ഒരംശം ഉണ്ടായിരിക്കണം. ആകെ 25,000 മുഴം നീളവും 20,000 മുഴം വീതിയും തന്നെ. അവർ അതിൽ ഒട്ടും വിൽക്കരുത്, കൈമാറ്റം ചെയ്യരുത്. ദേശത്തിന്റെ ആദ്യ ഫലമായ ഇത് അന്യർക്ക് കൈവശം കൊടുക്കുകയും അരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമല്ലോ. എന്നാൽ 25,000 മുഴം വീതിയിൽ ശേഷിച്ചിരിക്കുന്ന 5,000 മുഴം നഗരത്തിന് വാസസ്ഥലവും വെളിമ്പ്രദേശവുമായ സാമാന്യ ഭൂമിയും നഗരം അതിന്റെ നടുവിലും ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ലേവ്യരെ കുറിച്ച് പറഞ്ഞു. ലേവ്യർക്കുള്ള അവകാശത്തെക്കുറിച്ച്, പുരോഹിതന്മാരുടെ അവകാശത്തെക്കുറിച്ച് പറഞ്ഞു. ലേവ്യർക്ക് പ്രത്യേകമാകുന്ന സ്ഥലം തിരഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുരോഹിതന്മാരുടെ പ്രദേശത്തിൻ്റെ അതിർത്തിയിലാണ് ലേവ്യരുടെ സ്ഥലനിർണയം. ലേവ്യരാണ് പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേണ്ട സഹായങ്ങൾ, പിന്തുണകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. പുരോഹിത കുടുംബമാണെന്ന് പറഞ്ഞാലും ആ ഗോത്രത്തിൽ എല്ലാ വംശത്തിനും ആലയത്തിനകത്ത് ശുശ്രൂഷിക്കുവാൻ അവസരമില്ല. അതിനകത്തായി വേർതിരിക്കപ്പെട്ട അഹരോന്യ കുടുംബം, ഇങ്ങനെയുള്ള അഹരോന്റെ പുത്രന്മാരുടെ ഒരു കുടുംബമുണ്ട്. അതിനകത്താണ് അബ്യാക്കൂർ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച്, സക്കരിയാവിൻ്റെ അപ്പനെ കുറിച്ച് പറയുമ്പോൾ അബ്യാക്കൂറിൻ്റെ ക്രമപ്രകാരം എന്നൊക്കെ പറയുമ്പോൾ 24 കൂറുകളായി തിരിച്ചിട്ടുണ്ട്. അതിലൊരു കൂറിൻ്റെ പേരാണ് അബ്യാക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇതിനകത്ത് ശുശ്രൂഷിക്കുവാൻ സൗകര്യമില്ല, സ്ഥലമില്ല, അതിന് സമയമില്ല.
അതുകൊണ്ട് തലമുറ വളർന്നനുസരിച്ച് അവർക്കിങ്ങനെ ഓരോ ആഴ്ച സൂക്ഷിക്കാൻ ഇങ്ങനെ ഓരോ ഗോത്രം, ഓരോ കുടുംബക്കാർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് ലേവി ഗോത്രപ്പെട്ട എല്ലാവർക്കും അതിന് സൂക്ഷിക്കാൻ ഒക്കത്തില്ല. അതിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം അവർക്ക് വേണ്ടി സ്ഥലം നീക്കി വെച്ചിട്ടുണ്ട്. അവർ ജോലി എന്ന് പറഞ്ഞാൽ ആലയത്തിനകത്ത് ശുശ്രൂഷിക്കുകയല്ല, പിന്നെയോ ആലയത്തിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് വേണ്ടതായ സഹായം എത്തിക്കുക എന്നുള്ളതാണ്. ലേവ്യർക്കായി ദൈവം നീക്കി വച്ചിരിക്കുന്ന ഭൂമി, അവരുടെ ജോലി എന്ന് പറയുന്നത് ആലയത്തിൻ്റെ അകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ്. അവരെയും ദൈവം കൈവിട്ടില്ല. അവർക്കും ദൈവം മാറ്റിവെച്ചിട്ട് പറയുന്നു, അതും യഹോവയ്ക്ക് വിശുദ്ധമാണ്. ആ സ്ഥലവും പുരോഹിതന്മാർക്ക് കൊടുത്ത സ്ഥലം യഹോവയ്ക്ക് വിശുദ്ധം, ലേവ്യർക്ക് കൊടുത്ത സ്ഥലം യഹോവയ്ക്ക് വിശുദ്ധം. എന്നിട്ട് പറയുന്നു, ഇത് വിശുദ്ധ സ്വത്തായിരിക്കണം. ലേവ്യർക്ക് കൊടുക്കുന്ന സ്ഥലം അത് വിശുദ്ധ സ്വത്തായിരിക്കണം. അത് ലേവ്യർക്ക് അതിൽ ജീവകാലം മുഴുവൻ താമസിക്കാം. പക്ഷെ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യുവാനോ ഉള്ള അധികാരം, അനുവാദം ലേവ്യർക്ക് ഇല്ല. കാരണം പറയുന്നു, ഇത് ദേശത്തിൻ്റെ ആദ്യ ഫലമായ ഇത് അന്യർക്ക് കൈവശം കൊടുക്കുകയും വരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധം തന്നെ. ഇത് ദേശത്തിൻ്റെ ആദ്യ ഫലം എപ്പോഴും പറയും യഹോവയ്ക്ക് വിശുദ്ധമാണ്. മോശ മുഖാന്തരം പറഞ്ഞതാണ്, കൊടുത്ത കൽപ്പനയാണ്, ആദ്യ ഫലം യഹോവയ്ക്ക് വിശുദ്ധം. ഇവിടെ പറയും ഇത് ദേശത്തിൻ്റെ ആദ്യ ഫലമാകയാൽ, ഈ സ്ഥലം യഹോവയ്ക്ക് വിശുദ്ധമാകയാൽ ഇത് ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യുവാനോ വിൽക്കാനോ പാടില്ല. ഇതിനകത്ത് മറ്റൊരുത്തൻ വരാൻ പാടില്ല. ഇതിനകത്ത് വലിയ ആത്മീയ സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട സ്ഥലം. ദൈവസന്നിധിയിൽ വേല ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്ഥലം. ഇത് വിശുദ്ധമാക്കിയാൽ ഇത് ഒരു കാരണവശാലും ഇത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല. ഇതിനകത്ത് മറ്റൊരുത്തൻ കൈവശാവകാശം വെക്കാൻ പാടില്ല. കാരണം ഇത് ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ടതാണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യം, നാം ദൈവത്തിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ്. നാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. ഇതിൻ്റെ അകത്ത് മറ്റൊന്നിന് സ്ഥാനമില്ല. നമ്മുടെ ഈ ശരീരത്തിൻ്റെ അകത്ത്, ഹൃദയത്തിൻ്റെ അകത്ത് മറ്റൊന്നിനും സ്ഥാനമില്ല എന്ന് ആത്മീകമായി നമുക്ക് പഠിക്കാൻ കഴിയും. വേദശാസ്ത്രപരമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ശരീരം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാകിയാൽ ഇതിൻ്റെ അകത്ത് മറ്റൊരുത്തനും ഒരുത്തിക്കും അല്ലെങ്കിൽ ലോകപരമാകുന്ന മറ്റൊന്നിനും അതിന് അവകാശമില്ല. ലോകപ്രകാരം മറ്റൊന്നിന് കൈവശമാക്കാനുള്ളതല്ലെന്ന് പറഞ്ഞാൽ, നിനക്ക് വേർതിരിച്ചിരിക്കുന്ന ഇതിനെ കൈമാറ്റം ചെയ്യുവാനോ വിൽക്കാനോ പാടില്ല. ഇത് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ ദൈവത്തിന് വേർതിരിക്കപ്പെട്ടതാകിയാൽ, നീ ദൈവത്തിനുള്ളകയാൽ മറ്റൊരുത്തിൻ്റെ അധികാരത്തിന് കീഴിൽ മറ്റൊരുത്തിന് ഇടം കൊടുക്കുവാൻ പാടില്ല എന്നീ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വേദഭാഗത്തിലേക്ക് പോകാം. 16 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 16 മുതൽ 20 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. ഇത് വടക്കേ ഭാഗം 4500 തെക്കേ ഭാഗം 4500 കിഴക്കേ ഭാഗം 4500
പടിഞ്ഞാറേ ഭാഗം 4500 മുഴം. നഗരത്തിനുള്ള വെളിപ്രദേശമോ വടക്കോട്ട് 250, തെക്കോട്ട് 250, കിഴക്കോട്ട് 250, പടിഞ്ഞാറോട്ട് 250 മുഴം. എന്നാൽ വിശുദ്ധ വഴിപാടിനൊത്ത നീളത്തിൽ കിഴക്കോട്ട് 10,000 പടിഞ്ഞാറോട്ട് 10,000 മുഴം. ശേഷിപ്പുള്ളത് വിശുദ്ധ വഴിപാടിനൊത്തവണ്ണം തന്നെ ആയിരിക്കണം. അതിന്റെ അനുഭവം നഗരത്തിലെ കൃഷിക്കാരുടെ ഉപജീവനമായിരിക്കണം. ഇസ്രായേലിന്റെ സർവ്വ ഗോത്രങ്ങളിലും നിന്ന് ഉള്ളവരായ നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. വഴിപാടിടം മുഴുവനും 25,000 നീളവും 25,000 വീതിയും ആയിരിക്കണം. നഗര സ്വത്തോടു കൂടെ ഈ വിശുദ്ധ വഴിപാടിടം സമചതുരമായി നിങ്ങൾ അർപ്പിക്കണം. ഇത് അടുത്ത് പറയുന്ന ഭാഗമാണ്. ഇത് നഗരത്തിൻ്റെ പൊതുവായി ഉപയോഗിക്കേണ്ട സ്ഥലത്തെക്കുറിച്ച് പറയുകയാണ്. ഇവിടെ ദൈവം തൻ്റെ ഭരണകാലഘട്ടത്തിൽ, മശികയുടെ ഭരണകാലഘട്ടത്തിൽ യെരുശലേമിനായി ഭൂമി വിഭജിക്കുന്നു. അതിൽ വാസസ്ഥലങ്ങൾക്കും പൊതുവായ ഭൂമിക്ക് വേണ്ടിയുള്ള വേർതിരിവ് നടക്കുന്നുണ്ട്. അതിനകത്ത് എടുത്തു പറഞ്ഞ നഗരത്തിലെ തൊഴിലാളികൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൃഷി ചെയ്യുവാനുള്ള ഇടം വരെ ദൈവം വേർതിരിച്ച് കൊടുത്തിരിക്കുകയാണ്. അതാണ് അവിടെ എടുത്തു പറയുന്നു, അതിലെ അനുഭവം നഗരത്തിലെ കൃഷിക്കാരുടെ ഉപജീവനമായിരിക്കണമെന്ന് എടുത്തു പറയുന്നു. അപ്പോൾ വരാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിലും ദൈവ കൃഷി എന്ന് പറയുന്ന കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമാകുന്ന സ്ഥലമാണ് വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. വഴിപാടായി ഒന്ന് ഒത്ത നീളത്തിൽ കിഴക്ക് പടിഞ്ഞാറും 10,000 പടിഞ്ഞാറോട്ട് 10,000 ഇടം. ശേഷിപ്പുള്ളത് വിശുദ്ധ വഴിപാട് ഒത്തവണ്ണം തന്നെ ആയിരിക്കണം. അതിൻ്റെ അനുഭവം നഗരത്തിലെ കൃഷിക്കാരുടെ ഉപജീവനം ആയിരിക്കണം. ഇസ്രായേലിലെ സർവ്വഗോത്രങ്ങളുള്ളവരായ നഗരത്തിലെ കൃഷിക്കാർ അത് കൃഷി ചെയ്യണം. വഴിപാട് മുഴുവൻ 25,000 നീളവും 25,000 വീതിയുമായിരിക്കണം. നഗര സ്വത്തോടുകൂടെ ഈ വിശുദ്ധ വഴിപാട് സമചതുരമായി നിങ്ങൾ അർപ്പിക്കണം. കൃഷിക്കാർക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന സ്ഥലം, അവരെവിടെ പാർക്കണം, കൃഷി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആ ഭാഗത്ത് വ്യക്തമായി കാണാൻ കഴിയുന്നത്. നമുക്കിനി 21, 22 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഇപ്പോ പ്രഭുവിനുള്ളതായിരിക്കണം. വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വഴിപാടിന്റെ 25,000 മുഴത്തിനെതിരെ കിഴക്കേ അതിരെങ്കിലും പടിഞ്ഞാറ് 25,000 മുഴത്തിനെതിരെ പടിഞ്ഞാറ് അതിരെങ്കിലും ഗോത്രങ്ങളുടെ ഓഹരികൾക്കൊത്തവണ്ണം തന്നെ ഇത് പ്രഭുവിനുള്ളതായിരിക്കണം. വിശുദ്ധ വഴിപാടിടവും വിശുദ്ധ മന്ദിരമായ ആലയവും അതിന്റെ നടുവിൽ ആയിരിക്കണം. ഓക്കെ, ഇവിടെ ബാക്കിയുള്ള ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം വിശുദ്ധ മന്ദിരം, പുരോഹിതന്മാര്, ലേവ്യര്. അപ്പോൾ ഒരു സൈഡിൽ 7 ഗോത്രങ്ങൾ, പിന്നെ ആലയം, വിശുദ്ധ പുരോഹിതന്മാർ, ലേവ്യര്, കൃഷിസ്ഥലങ്ങൾ. ഇപ്പം ഇവിടെ പറയുന്നു ബാക്കിയുള്ള സ്ഥലങ്ങൾ പ്രഭുവിൻ്റേതായിരിക്കണം, രാജകുമാരൻ്റേതായിരിക്കണം. 45-ാം അധ്യായം 7ഉം 8ഉം പറയുന്ന പോലെ 7 തൊട്ട് വായിക്കാം. 45-ാം അധ്യായത്തിന് 7ഉം 8ഉം വാക്യം വായിച്ചു. പ്രഭുവിനുള്ളതോ വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിന് ഇപ്പുറത്തും അപ്പുറത്തും വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും മുമ്പിൽ പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറോട്ടും കിഴക്ക് വശത്ത് കിഴക്കോട്ടും ആയിരിക്കണം. അതിന്റെ നീളം ദേശത്തിന്റെ പടിഞ്ഞാറേ അതിര് മുതൽ കിഴക്കേ അതിര് വരെയുള്ള അംശങ്ങളിൽ ഒന്നിനോട് ഒത്തിരിക്കണം.
അത് ഇസ്രായേലിൽ അവനുള്ള സ്വത്തായിരിക്കണം. എന്റെ പ്രഭുക്കന്മാർ ഇനി എന്റെ ജനത്തെ പീഡിപ്പിക്കാതെ ദേശത്തെ ഇസ്രായേൽ ഗൃഹത്തിലെ അതത് ഗോത്രത്തിന് കൊടുക്കണം. ഓക്കെ, ഇവിടെ രാജകുമാരന്മാർ, പ്രഭുക്കന്മാരെന്ന് പറയുന്നത് ഈ 45 7 മുതൽ 8 വാക്യങ്ങൾ പറയുന്ന രാജകുമാരന്മാരാണ്. എന്ന് പറഞ്ഞാൽ നിയമിച്ചിക്കപ്പെട്ടിരിക്കുന്ന ഭരണാധികാരിയായ രാജകുമാരന് വേണ്ടി, പ്രഭുക്കന്മാർക്ക് വേണ്ടി സ്ഥലം നീക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ യഹൂദയുടെ അതിർത്തിക്കും ബെന്യാമിൻ്റെ അതിർത്തിക്കും ഇടയിലുള്ള പ്രദേശങ്ങളൊക്കെ പ്രഭുവിൻ്റേതായിരിക്കണം. പ്രഭുവിന് കൂടുതൽ ദേശങ്ങൾ ലഭിക്കുമെന്നും വ്യക്തമായി പറയുന്നുണ്ട്. മറ്റു ഭാഗത്ത് വിശുദ്ധ പ്രദേശത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഭൂമി, ഇതിൽ നഗരത്തിൻ്റെ പ്രദേശവും ഉൾപ്പെടും. ഇത് രാജകുമാരൻ്റേതായിരിക്കും. മശികയുടെ കീഴിൽ ഇസ്രായേലിൻ്റെ നേതാവാണ് അദ്ദേഹം. മശിക രാജാവായി വാഴുമ്പോൾ മശികയുടെ അധികാരത്തിന് കീഴിൽ ഭരിക്കുന്ന ജനത്തെ, ഇസ്രായേലിനെ ഭരിക്കുവാൻ വേണ്ടി നിയമിച്ചാക്കിയിരിക്കുന്ന ഒരു ആളാണ് ഈ പ്രഭു എന്ന് പറയുന്നത്. ശ്രേഷ്ഠനായ മശിക, ആ മശികയുടെ അധികാരത്തിന് കീഴിലുള്ള അടുത്തൊരു ഭരണാധികാരി, അതാണ് ഇവിടെ പ്രഭു. ഈ പ്രഭുവിൻ്റെ കീഴിലാണ് ഇസ്രായേൽ ഗോത്രം മുഴുവനും വരുന്നത്. ആ പ്രഭുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ പ്രഭുവിൻ്റെ, മശികയുടെ കീഴിൽ ഇസ്രായേലിനെ ഭരിക്കുന്ന ഒരു പ്രഭു. അതായത് പണ്ഡിതന്മാർ പറയപ്പെടുന്നത് എങ്ങനെയാണ്, ഇവനും ദാവീദിൻ്റെ വംശത്തിൽ പിറന്നവനായിരിക്കുമെന്ന് പറയപ്പെടുന്നു. ഇദ്ദേഹവും ദാവീദിനെ പോലെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കുമെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേശങ്ങൾ വടക്കു നിന്ന് തെക്ക് വരെ 8.5 മൈൽ അഥവാ 13.5 കിലോമീറ്റർ നീളത്തിൽ ഉള്ള സ്ഥലം ആ പ്രഭുവിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഈ ഭാഗമൊക്കെ ചിന്തിക്കുമ്പോൾ യോർദാൻ ഇക്കരെ കരയിൽ ഇത്രയും സ്ഥലം ഇപ്പോഴത്തെ അതിർത്തി വെച്ച് നോക്കുമ്പോൾ ഈ നിലയിൽ സ്ഥലനിർണ്ണയം നടത്തുവാൻ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ, ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് നോക്കുമ്പോൾ നടത്തുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ദൈവം ഇതിന് പിൻപിൽ വേറെ എന്തോ ചില കാര്യങ്ങൾ കൂടെ ഇത് ചെയ്തെടുക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ രാത്രി ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. കാരണം ഇതിലല്പം ഭാഗം കൂടെ ഉള്ളു. അത് എന്തായാലും ഈ ആഴ്ചയിൽ രാത്രിയിൽ അത് തീർക്കാനൊക്കത്തില്ല. അടുത്ത ഒരു ക്ലാസ്സോടുകൂടെ ആ ഭാഗം തീരും. അങ്ങനെയെങ്കിൽ എഗസ്കേലിൻ്റെ ക്ലാസ് അടുത്ത ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒന്ന് വസ്തുതകൾ. ദൈവം തൻ്റെ ജനത്തെ, അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി, ഞാൻ നിൻ്റെ ജനത്തിന് ഈ ദേശം ശാശ്വത അവകാശമായി കൊടുക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് സത്യം ചെയ്തു. അവകാശമായി കൊടുത്തു, നഷ്ടപ്പെട്ടു, പിന്നെയും കൊടുത്തു, പിന്നെയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീണ്ടും അവർ അതിനകത്ത് ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മശികയുടെ രാജ്യവാഴ്ചയിൽ അവൻ സമാധാനപരമായി ജീവിക്കത്തക്ക നിലയിൽ ദൈവം ഒരു ഭരണമൊരുക്കി അതിൻ്റെ അകത്ത് ഒരു ഗോത്രത്തെ പോലും കൈവിടാതെ അതതിൻ്റെ സ്ഥാനത്ത് അവർക്ക് കൊടുക്കും. അവിടെ എല്ലാം എടുത്തു പറയുന്നൊരു കാര്യം, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധ മന്ദിരം അതിൻ്റെ മധ്യത്തിലായിരിക്കും. 2, അത് വിശുദ്ധമായിരിക്കും.
അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാണ്. ഒന്ന്, വിശുദ്ധ മന്ദിരം അതിന് നടുവിലുണ്ടായിരിക്കും. 2, അത് വിശുദ്ധമായിരിക്കും. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ നോക്കുമ്പോൾ ദൈവം പറയും, എനിക്കെൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുവാൻ വേണ്ടി എനിക്കൊരാലയം ഉണ്ടാക്കണം, എനിക്കെൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നടക്കണം, എനിക്കെൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കണം. അപ്പം ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണത്. ആ ആഗ്രഹപ്രകാരമാണ് ആദാമിനെ ഹവ്വായെ ഉണ്ടാക്കി. അവരോടൊപ്പം വസിക്കാൻ തുടങ്ങിയപ്പോൾ അവർ തെറ്റിപ്പോയി. പിന്നീട് ദൈവം തിരഞ്ഞെടുത്താണ് അബ്രഹാമും അവൻ്റെ വംശാവലി. എന്നാൽ ഇന്നുവരെ ദൈവം ആഗ്രഹിച്ച പോലെ അവരുടെ ഇടയിൽ വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ശാശ്വത അവകാശമേ കൊടുത്തെന്ന് പറഞ്ഞാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴും യുദ്ധം നടക്കുകയാണ്. 1000 ആണ്ട് വാഴ്ചയിൽ അവർ പിതാവിനോട് പറഞ്ഞതുപോലെ തന്നെ ഗോത്രം ഗോത്രമായി തിരിച്ച് അതിൽ ദൈവത്തിന് വേണ്ടി ഏത് കാലത്ത് നേരെ നിന്നവർക്ക് തലമുറയ്ക്ക് പ്രത്യേകമായും ദൈവം കൊടുക്കും, ദൈവം അതിൽ നടത്തും എന്ന് വ്യക്തമായി ഭാഗം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ, ദൈവം നമ്മോടും നമ്മുടെ പിതാക്കന്മാരോടും ചെയ്ത ഉടമ്പടികൾ ഒരിക്കലും മാറ്റം വരുത്തില്ല. അത് നിവർത്തിച്ചെടുക്കും. നമ്മുടെ മുൻപിൽ അതെന്ന് സംഭവിക്കും ചോദിച്ചാലും ശരി, ദൈവത്തിൻ്റെ ടൈമിൽ ദൈവം അത് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.